ആയുഷ്കാമിയം. പല വിഷയത്തിലും അശുദ്ധിയെ കൽപ്പിക്കാറുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ ആർത്തവം, അതുപോലെ തന്നെ മൃതാശൗചം, ജാതാശൗചം, ഇതൊക്കെ അശുദ്ധി എന്നുള്ള വിഷയത്തിൽ പെടുത്താറുണ്ട്. അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് കേവലം ഒരു ശുദ്ധത്തിൻ്റെ ഭാഗം മാത്രമല്ല, ഒരു ആരോഗ്യശാസ്ത്രം, ഈ പറഞ്ഞ വൈദ്യശാസ്ത്രവും അതിന് ഒരു വിഷയമാണ്. ഉത്സംഗത്തിലിരുത്തി കണ്ണനെ കൃപാഭാവേന തന്മോദകം. നമ്മൾ ഓരോരുത്തരും ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മങ്ങളിലും ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചാണ് കാലം നമ്മളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത് കാലം എന്ന ഈ ഭഗവാനല്ല, മറിച്ച് നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത്. രോഗം ബാധിക്കുന്നതായ സാഹചര്യങ്ങളെ പറയുന്നുണ്ട്. ഇപ്പോൾ മനസ്സ് വളരെ ദുർബലമായ സമയം, അകാലമായിട്ടുള്ള സമയത്ത് ചരിക്കുക. പണ്ട് പാതിരാത്രിക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറയണു. അതേ സമയത്ത് സ്ത്രീകളാണെങ്കിൽ ആർത്തവകാലത്ത് പോകാൻ പാടില്ല, ഗർഭിണികളാണെങ്കിൽ സന്ധ്യാസമയത്ത് ഇങ്ങനെ നടക്കാൻ പാടില്ല, കുട്ടികൾക്ക് സന്ധ്യാസമയത്തൊക്കെ പുറത്തിങ്ങനെ ഭക്ഷണം ഇങ്ങനെ നടന്നു കൊടുക്കുക, ഇതൊക്കെ ചെയ്യാൻ അതായത് മനസ്സ് ശരീരവും ദുർബലമാവുന്ന ഒരു സമയം. ആ സമയത്ത് ഈ വക ഗ്രഹപീഠകൾ നമ്മളിൽ ഉണ്ടാവുന്ന ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രം ആയുഷ്കാമിയം.